ഇപ്പോൾ രാവിലെ 6 മണി. ഞാൻ എൻ്റെ കൃഷിപ്പാടത്തേക്ക് പോവുകയാണ്. അപ്പോൾ കുറേ ദൂരമുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത്, ഇന്ന് രാവിലെ ഞാൻ കേട്ട ഒരു സംഭവം വെച്ച് ഒരു ചെറിയ വീഡിയോ ഉണ്ടാക്കാമെന്ന്. സംസാരിച്ച് നിങ്ങൾക്ക് സ്ഥലങ്ങൾ കാണുകയും ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരികയും ചെയ്യാം. ഓക്കെ, കണ്ടോളൂ. അപ്പോൾ ഇത് ഞാൻ എൻ്റെ പറമ്പിലേക്ക് പോകുന്ന, കൃഷിപ്പാടത്തേക്ക് പോകുന്ന സ്ഥലത്തിൻ്റെ പോകുന്ന ഒരു വഴിയാണ്. നല്ല മനോഹരമായ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം. നിങ്ങൾക്ക് സ്ഥലവും കാണാം, നമുക്ക് സംസാരിക്കുകയും ചെയ്യാം. ഇന്ന് രാവിലെ ഇപ്പം മണി 6 ആയുള്ളൂ. ഞാൻ 5:30 പാല് വാങ്ങിക്കാൻ പോയി. പാല് വാങ്ങിക്കാൻ പോകുമ്പോൾ അവിടെ കട 5 മണിക്ക് തുടങ്ങും. ഞാൻ എത്തിയപ്പോൾ 5:30. കുറേ ആൾക്കാർ അവിടെ കൂടും, പാല് വാങ്ങിക്കും, ഞാനൊരു ചായ കുടിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ ചായ കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരാൾ പറഞ്ഞു, ഇപ്പോൾ ഈ പുതിയ പെൻഷനും ഇലക്ഷനൊക്കെ നടക്കുകയില്ലേ, പെൻഷനെക്കുറിച്ച് എന്ത് പറയുന്നു എന്നൊരാൾ ചോദിക്കുന്നു. അപ്പോൾ മറ്റൊരാൾ പറയുന്നു, അത് ഇപ്രാവശ്യം ഒരു പാർട്ടി 3000 ആക്കി കൊടുക്കാം. വേറൊരു പാർട്ടി പറയുന്നു, കഴിഞ്ഞ പ്രാവശ്യം ഇടുന്ന പാർട്ടി 2500 കൊടുക്കാമെന്ന് പറഞ്ഞ് കയറി 5 വർഷമായപ്പോൾ 2000 ആക്കി കൊടുത്തു എന്നെല്ലാം ഉള്ള ഡിസ്കഷൻ നടക്കുന്നു. അവിടെ കുറേ പേർ കൂടിയിട്ടുണ്ടായിരുന്നു. കണ്ട, നല്ല മനോഹരമായ സ്ഥലം. കണ്ട, ഇടുക്കി തോറ്റു പോകും. ഇടുക്കി പോലെ ഇരിക്കുന്നു. കണ്ട, നല്ല താഴ്വരയാണ് ഇതൊക്കെ. അപ്പോൾ ഒരാൾ പറയുന്നു, നമുക്ക് വിഷയത്തിലേക്ക് വരാം, അത് നിങ്ങൾക്ക് പെൻഷൻ തരാൻ അങ്ങ് ഗവൺമെൻറ് കൊടുത്തിരിക്കണോ, മുൻകൂട്ടി കൊടുത്തിരിക്കണോ? അവർ തരണത് സന്തോഷത്തോടെ വാങ്ങിക്കാനില്ലാതെ നിങ്ങൾക്ക് ചോദിക്കാൻ എന്താ അവകാശം? മനുഷ്യൻ്റെ ബുദ്ധി എന്തോരം ചുരുങ്ങിയതാണെന്നുള്ളത് ഉദാഹരണമാണ്. അവിടെ നടന്ന സംഭാഷണങ്ങളാണ് ഇതൊക്കെ. ഞാൻ ഈ പറഞ്ഞതെല്ലാം ആ ചായ പിടിക്കുന്ന സ്ഥലത്ത് നടന്ന സംഭാഷണമാണ്. അപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, എന്തുമാത്രം ഇടുങ്ങിയ മനസ്സും എന്തുമാത്രം ചുരുങ്ങിയ തലച്ചോറും ചിന്താഗതിയുമില്ലാത്ത മനുഷ്യർ. നിങ്ങൾക്ക് പെൻഷൻ ചോദിക്കാൻ നിങ്ങളവിടെ കൊണ്ട് കൊടുത്തിരിക്കണോ? ഇതാണ് ചോദ്യം. ഈ ഇടുങ്ങിയ മനസ്സുള്ള മനുഷ്യരോട് എന്ത് സംസാരിക്കാനാണ്? നമ്മൾ കൊണ്ട് കൊടുത്തിരിക്കുക തന്നെയാണ് സംശയിക്കൊന്നും വേണ്ട. ഒരു കർഷകൻ ചെറുപ്പം മുതലേ ഭൂമിയിൽ കഠിനാധ്വാനം ചെയ്യുന്നു. മൺമട്ടിയും പിക്കാസും ഉപയോഗിച്ച് മണ്ണിനോട് യുദ്ധം ചെയ്യുന്നു. നിങ്ങളൊരു 5 മിനിറ്റ് നിങ്ങളാരെങ്കിലും ഓഫീസിൽ പോകുന്നവരോ അല്ലെങ്കിൽ ജോലി ചെയ്യാത്തവരോ സാമ്പത്തികമായുള്ളവരോ മടിയന്മാരായ ആൾക്കാരൊന്നും ചിന്തിച്ച് നോക്ക്. ഒരു 5 മിനിറ്റ് നിങ്ങൾ മണ്ണിനോട് യുദ്ധം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമോ? മണ്ണിൽ പിക്കാസിടാൻ നിങ്ങൾക്ക് കഴിയുമോ? വേണ്ട, 5 മിനിറ്റ് വേണ്ട, 2 മിനിറ്റ് ഇല്ല, നിങ്ങൾ തളർന്ന് വീഴും. നിങ്ങളുടെ ഹൃദയം പടപടായിരിക്കും. ഇത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു കൃഷിക്കാരൻ അധ്വാനിച്ച് പിക്കാസ് വെട്ടി മണ്ണിനെ, പാഴായ മണ്ണിനെ ഇടിച്ച് ഇളക്കി മീതെ കൊണ്ടുവന്ന് വളം ചേർത്ത് അത് വേരോടിച്ച് അതിൽ നിന്ന് കപ്പയും നെല്ലും എല്ലാം വിളയിപ്പിച്ച് വാഴക്കൊലകളും പഴവർഗ്ഗങ്ങളും ഒക്കെ വിളയിപ്പിച്ച് ഈ പ്രധാനമന്ത്രി ആയിരിക്കുന്ന ആളിനായാലും ശരി, മുഖ്യമന്ത്രി ആയിരിക്കുന്ന ആളിനായാലും ശരി, MLA ആരെയും MP മാരെയും എല്ലാവരെയും തീറ്റിക്കുന്നു. അവർ രാഷ്ട്രീയം വിട്ട് നടക്കുന്നതൊന്നല്ലാതെ ശരീരം അനങ്ങാതെ അധ്വാനിക്കാതെ ജീവിക്കുന്നു. പക്ഷേ അധ്വാനിക്കുകയും ശരീരം അനങ്ങി ജോലി ചെയ്യുകയും മണ്ണിനോട് പൊരുതുകയും ചെയ്യുന്ന ആരാണ്? കൃഷിക്കാർ. അവർ അധ്വാനിച്ചുണ്ടാക്കുന്ന
ഫലങ്ങൾ ആണ് ഈ മന്ത്രിമാരും എം എൽ എമാരും മുഖ്യമന്ത്രിമാരായാലും ആരായാലും ആഹാരം കഴിക്കുന്നത്. അല്ലാതെ പണം ഉണ്ടായിട്ട് ആ സാധനം കിട്ടില്ലല്ലോ. അങ്ങനെ ഒരു കർഷകൻ അല്ലെങ്കിൽ വേറെ ഒരാൾ അവരുടേതായ തൊഴിൽ ചെയ്യുന്നു.